മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇറ്റലിയിൽ നമ്മൾ ഓൾഡ് ഏജ് കെയർ ഹോമിൽ ജോബ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ഭക്ഷണം എന്തൊക്കെയാണ്. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന വീട്ടിൽ തന്നെയായിരിക്കും നമ്മളുടെ അക്കോമഡേഷൻ മറ്റെല്ലാം. നമ്മൾ വയസ്സായവരെ ശുശ്രൂഷിക്കുക എന്നുള്ള ഒരു ജോലിയാണല്ലോ നമ്മുടേത്. അപ്പോൾ 24 മണിക്കൂർ നമ്മൾ ആ വീട്ടിൽ തന്നെ താമസിക്കേണ്ടി വരും. അപ്പോൾ ഭക്ഷണം കാര്യങ്ങളെല്ലാം അവർ തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഇറ്റലിയൻ വീടുകളിൽ അവരുടേതായ ഭക്ഷണങ്ങളാണ് നമുക്ക് കിട്ടുക. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, നമ്മുടെ കേരളത്തിലെ ഫുഡ് നമുക്ക് ഇവിടെ കിട്ടുമോ, നമുക്കത് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന്. സാധാരണഗതിയിൽ ഇറ്റാലിയൻ വീടുകളിൽ അവരുടേതായ ഭക്ഷണ രീതിയാണുള്ളത്. പാസ്ത, അതുപോലെയുള്ള മറ്റേ ഇറച്ചി കൊണ്ടുള്ള വിഭവങ്ങളായിട്ടൊക്കെ. അതിന് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മുടെ നാട്ടിലെ പോലെ സ്പൈസുകൾ, മുളക്, പുളി തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉപയോഗിക്കൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പാസ്തയിലൊക്കെ പ്രത്യേകിച്ച് ഉപ്പ് ഒരു അംശം മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഭക്ഷണത്തോട് പൊരുത്തപ്പെടാനായിട്ട് വളരെ ബുദ്ധിമുട്ട് തോന്നും. നമ്മൾ നാട്ടിൽ നല്ലപോലെ സ്പൈസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ശീലിച്ച് വന്നവരാണ് നമ്മളിപ്പോൾ ഈ ഇറ്റാലിയൻ വീടുകളിൽ വരുമ്പോൾ അവരുടേതായ ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ പാസ്ത അല്ലെങ്കിൽ ഇറച്ചി വിഭവങ്ങളായാലും അവർ അത് ചിലപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കും, അല്ലെങ്കിൽ അത് ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുക. പക്ഷെ അതിലൊന്നും ഈ മുളകോ അതുപോലെയുള്ള സ്പൈസുകളൊന്നും അവർ ചേർക്കാറില്ല. വളരെ അപൂർവമായിട്ടാണ് ചില കുരുമുളക് പൊടി അതുപോലെയുള്ള മറ്റുള്ള ചെറുവക രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ ചേർക്കുക. പക്ഷെ അത് നമുക്കൊരിക്കലും ആദ്യമായിട്ട് വരുന്നവർക്ക് അത് പൊരുത്തപ്പെടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്കത് പൊരുത്തപ്പെടാതെ വയ്യ. കാരണം നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന വീടുകളിൽ അവരുണ്ടാക്കുന്ന ഭക്ഷണമാണ് നമുക്ക് കഴിക്കാൻ പറ്റുക. പിന്നെ നമ്മൾ ചില വീടുകളിൽ നമ്മളും ആ വയസ്സായ വ്യക്തി തന്നെയായിരിക്കും, ബാക്കിയുള്ള ആരും തന്നെ അവിടെ താമസിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ ഭക്ഷണം ചെറിയ തോതിൽ വെച്ച് കഴിക്കാൻ പറ്റും. പക്ഷേ ആ വ്യക്തി അതിനോട് പ്രതികരിക്കാത്ത രീതിയിൽ നമ്മളത് ഭക്ഷിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം സ്പേസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർക്കത് വളരെ അരോചകമായിട്ട് തോന്നും. അവർ ചുമയ്ക്കാനും മറ്റൊക്കെ തുടങ്ങും. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായി തീരും. അപ്പോൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലില്ലാത്ത രീതിയിൽ അടുക്കള, അതായത് കിച്ചൺ, ആ വ്യക്തിയുടെ റൂമുമായിട്ട് ചിലപ്പം അകലത്തിലൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് പറ്റും. ചില വീടുകളിൽ കിച്ചണിനോട് ചേർന്ന് അടുത്ത് തന്നെ ആയിരിക്കും ഈ വ്യക്തിയുടെ റൂമുണ്ടായിരിക്കും. അപ്പോൾ കിച്ചണിൽ നമ്മൾ പാചകം ചെയ്യുമ്പോൾ അതിൻ്റെ മണമെല്ലാം ഈ വ്യക്തിയുടെ ഈ റൂമിലേക്ക് കടന്നു ചെല്ലുകയും അവർക്ക് അത് നല്ല അവസരപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ ജോലി തന്നെ ബാധിക്കും. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇറ്റാലിയൻ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ അതിനോട് സമരസപ്പെട്ടു പോവുക തന്നെയാണ് നല്ലത്. വളരെയധികം പേര് ചോദിച്ചൊരു ചോദ്യം തന്നെയാണ് ഇറ്റാലിയൻ ഫുഡ് എങ്ങനെയാണെന്നുള്ളത്. നമുക്കത് ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ്. നമ്മുടെ നാട്ടിലെ വിഭവങ്ങളെ അപേക്ഷിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഭക്ഷണം തന്നെയാണ് പാസ്ത, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ തന്നെ. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ആദ്യം വരുന്നവർക്ക് ഒരല്പം ബുദ്ധിമുട്ട് ഉണ്ടാവും ഇത് കഴിക്കാനായിട്ട്. ഒരു മുളകോ പുളിയോ അങ്ങനെയുള്ള ഒരു രുചി ഇല്ല. ഉപ്പിൻ്റെ ഒരു ചെറിയൊരു അംശം. പിന്നെ അവർ ഉപയോഗിക്കുക ഈ ഒലിവ് ഓയിൽ, ഫോർമാജിയോ, ഇവയെല്ലാം നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോഴായിരിക്കും കാണുന്നുണ്ടാവുക. അതുകൊണ്ട് അതിൻ്റേതായ ചില ഒരു പ്രയാസങ്ങളൊക്കെ നമുക്ക് ആദ്യം അനുഭവപ്പെടും. പക്ഷേ അത് നമ്മൾ കാലക്രമേണ അത് പഠിച്ച് അതിനോട് ചേർന്ന് പോകും. അപ്പോൾ ഇതാണ് ഇറ്റാലിയൻ ഭവനങ്ങളിലെ നമ്മുടെ ഫുഡിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാൻ എല്ലാവർക്കും നന്ദി, നമസ്കാരം.